നമസ്കാരം. 13 പാക് സൈനികരുടെ മരണത്തിനിടയാക്കിയ വസീറിസ്ഥാൻ ചാവേർ ആക്രമണത്തിന് പിന്നിൽ ഇന്ത്യയാണെന്ന പാകിസ്ഥാൻ സൈന്യത്തിന്റെ വാദം തള്ളി വിദേശകാര്യ മന്ത്രാലയം. ശനിയാഴ്ചയാണ് ഖൈബർ പഖ്തൂൺഖ്വയിലെ വടക്കൻ വസീറിസ്ഥാൻ ജില്ലയിൽ പാകിസ്ഥാൻ സൈനിക വാഹന വ്യൂഹത്തിലേക്ക് ഒരു ചാവേർ ബോംബർ സ്ഫോടന വസ്തുക്കൾ നിറച്ച വാഹനം ഇടിച്ചു കയറ്റിയത്. ഈ ആക്രമണത്തിൽ 13 സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. എന്നാൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും തന്നെ ഏറ്റെടുത്തിരുന്നില്ല. അതേസമയം ഇന്ത്യയാണ് ആക്രമണത്തിന് പിന്നിൽ എന്ന് പാകിസ്ഥാൻ കുറ്റപ്പെടുത്തുകയായിരുന്നു. എന്നാൽ ഈ ആരോപണം ഇന്ത്യ തള്ളിക്കളയുകയായിരുന്നു. ജൂൺ 28-ന് വസീറിസ്ഥാനിൽ നടന്ന ആക്രമണത്തിന് ഇന്ത്യയെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്ന പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഔദ്യോഗിക പ്രസ്താവന തങ്ങൾ കണ്ടു. ഈ പ്രസ്താവന അർഹിക്കുന്ന അവജ്ഞയോടെ ഞങ്ങൾ നിരസിക്കുന്നു എന്നാണ് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ എക്സിലെ ഒരു പ്രസ്താവനയിലൂടെ വിശദീകരിച്ചത്. അതേസമയം ആക്രമണത്തിൽ 13 സൈനികർ കൊല്ലപ്പെട്ടതിന് പുറമെ 10 സൈനികർക്കും 19 സാധാരണക്കാർക്കും പരിക്കേൽക്കുകയും ചെയ്തിരുന്നു എന്ന് വടക്കൻ വസീറിസ്ഥാൻ ജില്ലയിലെ ഒരു പ്രാദേശിക സർക്കാർ ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടുണ്ട്. ബോംബ് നിർവീര്യമാക്കൽ യൂണിറ്റിന്റെ മൈൻ പ്രതിരോധ ശേഷിയുള്ള വാഹനത്തിലേക്ക് ഒരു ഫിദായിൻ സ്ഫോടന വസ്തുക്കൾ നിറച്ച വാഹനം ഇടിച്ചു കയറ്റിയതായി വൃത്തങ്ങൾ പറയുകയായിരുന്നു. സ്ഫോടനത്തിൽ വ്യാപകമായ നാശനഷ്ടങ്ങളും ആളപായവും ഉണ്ടായിട്ടുണ്ട്. 500 കിലോയിലധികം സ്ഫോടന വസ്തുക്കൾ സംരക്ഷിത വാഹനം തകർക്കാൻ ഉപയോഗിച്ചതായി സുരക്ഷാ വൃത്തങ്ങൾ അറിയിക്കുകയായിരുന്നു. അഫ്ഗാൻ താലിബാനുമായി ബന്ധമുള്ള ഹാഫിസ് ഗുൽ ബഹാദൂർ, അതായത് HGB ഗ്രൂപ്പ് ആണ് ആക്രമണത്തിന് പിന്നിൽ എന്നാണ് സംശയിക്കപ്പെടുന്നത്. പ്രധാനമായും വടക്കൻ വസീറിസ്ഥാനിലും ഖൈബർ പഖ്തൂൺഖ്വയുടെ മുൻ ഫെഡറൽ ഭരണത്തിലുള്ള ഗോത്രപ്രദേശ മേഖലയിലെ സമീപ ജില്ലകളിലും പ്രവർത്തിക്കുന്ന ഒരു തെഹ്രീക്-ഇ-താലിബാൻ പാകിസ്ഥാൻ, അതായത് TTP വിഭാഗമാണ് HGP. ഗോത്ര നേതാവായ ഹാഫിസ് ഗുൽ ബഹാദൂറിന്റെ നേതൃത്വത്തിലുള്ള ഈ സംഘം ഹഖാനി നെറ്റ്വർക്കുമായും ബന്ധം പുലർത്തുന്നുണ്ട്. കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഖൈബർ പഖ്തൂൺഖ്വയിലെ ബന്നു കന്റോൺമെന്റിൽ ഈ ഗ്രൂപ്പിലെ തീവ്രവാദികൾ ആക്രമണം നടത്തിയിരുന്നു. അന്നത്തെ ആക്രമണത്തിൽ 8 സൈനികർ കൊല്ലപ്പെടുകയും 7 സാധാരണക്കാർക്കുൾപ്പെടെ 141 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. തെക്കൻ വസീറിസ്ഥാനിൽ ഇന്റലിജൻസ് അധിഷ്ഠിത ഓപ്പറേഷനിൽ, അതായത് IBO ഓപ്പറേഷനിൽ 2 സൈനികർ കൊല്ലപ്പെടുകയും 11 തീവ്രവാദികളെ ഇല്ലാതാക്കുകയും ചെയ്തതിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് ചാവേർ ആക്രമണം നടന്നതെന്ന് ഡോൺ ദിനപത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2021-ൽ കാബൂളിൽ താലിബാൻ അധികാരത്തിൽ തിരിച്ചെത്തിയതിന് ശേഷം അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ ആക്രമണത്തിൽ കുത്തനെ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാകിസ്ഥാനെതിരായ ആക്രമണങ്ങൾക്ക് തങ്ങളുടെ മണ്ണ് ഉപയോഗിക്കാൻ അഫ്ഗാൻ തീവ്രവാദികളെ അനുവദിച്ചതായാണ് ഇസ്ലാമാബാദിന്റെ ആരോപണം. എന്നാൽ താലിബാൻ ഇക്കാര്യം നിഷേധിച്ചിട്ടുണ്ട്. ഈ വർഷം തുടക്കം മുതൽ ഖൈബർ പഖ്തൂൺഖ്വയിലും ബലൂചിസ്ഥാനിലും സർക്കാരിനെതിരെ പോരാടുന്ന സായുധ സംഘങ്ങൾ നടത്തിയ ആക്രമണങ്ങളിൽ ഏകദേശം 290ഓളം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. അവരിൽ ഭൂരിഭാഗവും സുരക്ഷാ ഉദ്യോഗസ്ഥരാണ്.